ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചു. കേരളത്തിൽ ബിൽഡേഴ്സ് ഇൻഡസ്ട്രിയിൽ പലതരം പ്രോബ്ലങ്ങൾ ഉള്ളപ്പോൾ അവയ്ക്കൊരു പരിഹാരം കാണുവാൻ വേണ്ടി കേരള ബിൽഡേഴ്സ് അസോസിയേഷൻ എന്ന നിലയിൽ ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടന കേരളത്തിൽ 100-ൽ അധികം ബിൽഡേഴ്സ് ഉള്ള സംഘടനയായി വളർത്തുകയും ചെയ്തു. കേരളത്തിലെ ബിൽഡേഴ്സിന്റെ കാര്യങ്ങൾ അത്യാവശ്യം വേണ്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി KBA എന്ന സ്ഥാപനത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ ഡോക്ടർ ജയരാജ് MDയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന ശ്രീ മജീദ് EM മജീദ് പഞ്ചായത്തിലെ ഈ വാർഡിലെ ശബ്ദം പഞ്ചായത്തിൽ കേൾക്കാൻ പറ്റുന്ന ഒരു ഉച്ചത്തിൽ സംസാരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും എല്ലാ പാർട്ടിയുടമകൾക്കും നാട്ടുകാർക്കും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ ഈ യോഗത്തിൽ എത്തിച്ചേരാമെന്ന് ഏറ്റിരുന്നത് ശ്രീ AM യൂസഫ് ആലുവ നിയോജക മണ്ഡലം MLA ആണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ആദ്യം വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ മുൻകൂർ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ സേവ്യർ താങ്കരി അദ്ദേഹം എത്തിച്ചേരാമെന്ന് ഏറ്റുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് എല്ലാവരും 10 മണിക്കും ഇവരോട് 11 മണിക്കും അധ്യക്ഷനിക്ക് ഒരു 11:30 പറയുന്നത്. പക്ഷെ നമ്മുടെ MP വളരെ ഷാർപ്പായിട്ട് 11 മണിക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് കുറച്ച് നേരത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യേണ്ടതുകൊണ്ട് സേവ്യർ താങ്കരി, ഷഹിദ് ബാബു, ശ്രീമതി സരിത കരീം ഇവർക്ക് എല്ലാവർക്കും ഒറ്റക്കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രീ KP ധനപാലൻ, ബഹുമാന്യനായ MLA ശ്രീ K ബാബു, കേരള ബിൽഡേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ MD ജയരാജ്, എൻ്റെ സുഹൃത്ത് വാർഡ് മെമ്പർ ശ്രീ മജീദ്, ഈ VM ഗ്യാസിൻ്റെ ഉടമസ്ഥൻ ശ്രീ മുജീബിൻ്റെ കുടുംബാംഗങ്ങൾ, മറ്റ് സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാരെ, ശ്രീ മുജീബിൻ്റെ ഫ്ലാറ്റിൻ്റെ 2ാമത്തെ ചടങ്ങിലാണ് ഞാനും ബഹുമാന്യ MLAയും പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് വാഴക്കാലയിലുള്ള മറ്റൊരു ഫ്ലാറ്റ് ഏതാണ്ട് 1 വർഷം മുമ്പ് അതിൻ്റെ